friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് ഒരു പേ സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VLOOKUP ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സലിൽ അപ്ലൈ ചെയ്യുക, എന്താണ് അതിന്റെ ഒരു യൂസ്ഫുൾ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എംപ്ലോയീസിന്റെ സാലറി ഷീറ്റ് ആണത്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു സാലറി ഷീറ്റിന് പ്രകാരമായിട്ട്, ഈ ഒരു സാലറി ഷീറ്റിന് അനുസൃതമായിട്ട് നമുക്കൊരു പേ സ്ലിപ്പ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇതിന് താഴെ തന്നെയാണ് പേ സ്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പേ സ്ലിപ്പ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ എത്രത്തോളം ഭാഗമാണ് നമുക്ക് ഹെഡിങ് കൊടുക്കാനുള്ളത് അത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ മെർജ് ആൻഡ് സെന്റർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ പേ സ്ലിപ്പ് എന്നുള്ള ഹെഡിങ് ആണ് കൊടുക്കാൻ പോണത്. ഇപ്പൊ ഞാൻ ഇതിനുള്ളിൽ പേ സ്ലിപ്പ് എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വലുതാക്കി കൊടുക്കാം. അതുപോലെ തന്നെ അതൊന്ന് ബോൾഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ആ സെല്ലിന്റെ കളർ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇതിന് ബ്ലാക്ക് ആക്കുന്നുണ്ട്. ടെക്സ്റ്റ് വൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേ സ്ലിപ്പ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് ഇതിലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അതായത് എംപ്ലോയി ID, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, അതുപോലെ തന്നെ മന്ത്, ഏത് മാസത്തെ സാലറി ആണോ അത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പൊ അത്രത്തോളം ഭാഗം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പൊ എംപ്ലോയി ID വേണം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ, എംപ്ലോയിയുടെ നെയിം വേണം, ഡെസിഗ്നേഷൻ വേണം, മന്ത് വേണം. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ട് മെർജ് അക്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെർജ് അക്രോസ് കൊടുക്കുക. ഇനി ഇതിനുള്ളിൽ നമുക്ക് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഓരോന്നിനും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ID, അതുപോലെ തന്നെ നെയിം, ഡെസിഗ്നേഷൻ, മന്ത്. ഇവിടെയുള്ള നമ്മളിപ്പോ കൊടുക്കണില്ല. നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് VLOOKUP ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഞാൻ ഇതിന്റെ കളർ ഇതിന്റെ മാത്രം, ഈ ഒരു സൈഡ് മാത്രം ഞാൻ കളർ മാറ്റുന്നുണ്ട്. അതൊരു ഗ്രേ കളർ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതും ഞാനൊന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോർഡർ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓൾ ബോർഡർ കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഉള്ളില് ബോർഡറും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ബോർഡർ കൊടുത്താലും മതി. ഞാൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ ഇവിടെ ബോർഡറും വന്നിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് കൊടുക്കാനുള്ളത് ഏണിംഗ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഡിഡക്ഷൻ സൈഡും ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഏണിംഗ്സ് ഡിഡക്ഷൻസ് എന്നുള്ള ഒരു ഹെഡിങ് ആണ് ആദ്യം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെന്റർ കൊടുത്തിട്ടുണ്ട്. അതായത് ഏണിംഗ്സും ഡിഡക്ഷൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഏണിംഗ്സ് എന്നുള്ള ഹെഡിങ്ങും അപ്പുറത്ത് ഡിഡക്ഷൻ, രണ്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടും നമുക്ക് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കി കൊടുക്കാം. അതൊക്കെ ഓരോ ഇതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതും നമ്മൾ ബോർഡർ കൊടുക്കാൻ പോകുന്നുണ്ട്. ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത്, അതായത് ഏണിങ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ആക്ച്വൽ സാലറി വരുന്നുണ്ട്, DA, TA, HRA, അതുപോലെ തന്നെ ഓവർ ടൈം സാലറി വരുന്നുണ്ട്. ഡിഡക്ഷൻ സൈഡിലാണെന്നുണ്ടെങ്കിൽ PF, ESI, പ്രൊഫഷണൽ ടാക്സ്, അഡ്വാൻസ് സാലറി, ഇത്രയാണ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത്. അപ്പൊ ഏണിംഗ് സൈഡിൽ ഫസ്റ്റ് വരുന്നത് ആക്ച്വൽ സാലറി, അതുപോലെ തന്നെ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. ആക്ച്വൽ സാലറി, DA, TA, HRA, ഓവർ ടൈം സാലറി, 5 എണ്ണമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ 5 എണ്ണം കൊടുക്കാനുള്ളത് ഇത്രയും ഭാഗം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 5 എണ്ണം. അതുപോലെ തന്നെ നമ്മൾ മെർജ് അക്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിന്റെ എമൗണ്ട് കൊടുക്കാനുള്ള അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മെർജ് അക്രോസ് കൊടുക്കാം. ഇനി ഡിഡക്ഷൻ സൈഡിൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് നോക്കാം. PF, ESI, പ്രൊഫഷണൽ ടാക്സ്, അഡ്വാൻസ് സാലറി, 4 എണ്ണേ നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പൊ ഇതുപോലെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് 4 എണ്ണം. 4 എണ്ണം എന്നുള്ളത് 5 എണ്ണം കറക്റ്റ് നമുക്ക് ആ ഒരു രണ്ട് സൈഡും ഈക്വൽ ആവാൻ വേണ്ടി ഞാൻ 5 എണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം ആവുമ്പോ അവിടെ ഒരു ഇത് വരും. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ മെർജ് അക്രോസ് തന്നെ കൊടുക്കുക. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കുക. അപ്പൊ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ബോർഡർ വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ നമുക്ക് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഏർണിംഗ് സൈഡും ഡിഡക്ഷൻ സൈഡും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാലറി, DA, TA, HRA, ഓവർ ടൈം സാലറി, PF, ESI, പ്രൊഫഷണൽ ടാക്സ്, അഡ്വാൻസ് സാലറി. ഇവിടെ ഒരു കോളം കിടക്കുന്നുണ്ട്, അതവിടെ കിടന്നോട്ടെ. അപ്പൊ അത് നമുക്ക് ഫില്ല് ചെയ്യാനില്ലാത്തത് കൊണ്ട് അങ്ങനെ കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ട് സൈഡിലും ടോട്ടൽ വേണം. അപ്പൊ ടോട്ടൽ കൊടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ ടോട്ടൽ എന്നുള്ള ഒരു ഇത് കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് മെർജ് സെന്റർ കൊടുത്തിട്ടുണ്ട്. ഇനി മെർജ് അക്രോസ് കൊടുത്താലും മതിയിട്ട് ഇവിടെയും കൊടുത്തു. അതുപോലെ നമുക്ക് ഈ സൈഡിലും ടോട്ടൽ വേണം. ഇതിങ്ങനെ നമുക്ക് ഒന്നിച്ചിട്ട് ഓൾ ബോർഡർ കൊടുത്താൽ മതി. അപ്പൊ അവിടെ ബോർഡർ വന്നിട്ടുണ്ടാവും. താഴെ നമുക്ക് നെറ്റ് സാലറി കണ്ടുപിടിക്കണം. അപ്പൊ നെറ്റ് സാലറി കുറച്ച് സെൻട്രലായിട്ട് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ മെർജ് ആൻഡ് സെന്റർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ടോട്ടൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡിഡക്ഷൻ സൈഡിലും ടോട്ടല് കൊടുക്കുക. താഴെ നെറ്റ് സാലറി. ഇനി ഇതിന്റെ ഗ്രിഡ് ലൈൻ നമുക്ക് ഓഫ് ആക്കാം. അപ്പൊ ഗ്രിഡ് ലൈൻ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് വ്യൂ എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ ഗ്രിഡ് ലൈൻ എന്നുള്ള ഈ ഒരു ടിക്ക് കണ്ടോ കുളത്തില്, ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ആ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഗ്രിഡ് ലൈൻ ഇവിടുന്ന് പോയി കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവരാനുള്ളത് എംപ്ലോയി ID ആണ്. അപ്പൊ എംപ്ലോയി ID എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൽ 1001 മുതൽ 1010 വരെയാണ് എംപ്ലോയി ID ഉള്ളത്. അപ്പൊ ഇതിനുള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ID എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ IDനെ ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യാം. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കണേക്കാളും ഒന്നും കൂടി എളുപ്പം എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ലിസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡാറ്റ ടാബില് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ എനി വാല്യൂ മാറ്റിയിട്ട് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോഴ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ലിസ്റ്റ് ആയിട്ട് വരാനുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ബട്ടൺ വന്നു. അപ്പൊ ഇതിന് നമുക്ക് വേണ്ട ഐഡിനെ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. മറ്റേ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനും പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പൊ ഞാനിവിടെ 1001 എന്നുള്ള ID ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ നെയിം അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ മന്ത് ആദ്യം നമ്മളിവിടെ കൊടുക്കണം. അപ്പൊ ഈ നെയിം ഞാനിവിടെ ടൈപ്പ് ചെയ്യല്ല, പകരം VLOOKUP ഫംഗ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VLOOKUP ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലുക്കപ്പ് വാല്യൂ ID കൊടുക്കുക, കോമ ടേബിൾ അരേ. അപ്പൊ ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യണം നമ്മുടെ ടേബിൾ അരേ. അത് ഒന്നെങ്കിൽ ഹെഡിങ്ങോട് കൂടി സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെഡിങ് ഇല്ലാതെ സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയി നെയിം ആണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കോളത്തിലാണ്, കോളത്തിന് നമ്പർ ആണ്. ദെൻ ഫോൾസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം അവിടെ വന്നു. ഇത് നമ്മൾ സെൻട്രൽ അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻട്രിലേക്ക് വന്നോളും. അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പൊ ഞാനത് റൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡെസിഗ്നേഷൻ നമുക്കിവിടെ കൊണ്ടുവരാനുണ്ട്. അപ്പൊ സെയിം ഫംഗ്ഷൻ തന്നെ കൊടുക്കുക. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ ചാൻസ് കുറവാണ്, ഫില്ല് ചെയ്താൽ വരില്ല. കാരണം കോളത്തിന് നമ്പർ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഓരോന്നിനും നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ ടേബിൾ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അതായത് ടേബിളിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ടേബിളിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് Ctrl A കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ഫോർമുലാസ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുക. ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെയിം ചോദിക്കും. അതായത് എന്ത് പേരിലാണ് നമുക്ക് ഈ ഒരു ടേബിൾ ഡിഫൈൻ ചെയ്യേണ്ടതെന്നാണ്. ഞാൻ ഇതിന് പേറോൾ എന്നുള്ള പേരാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേബിളിനെ പോയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ലുക്കപ്പ് വാല്യൂ നമ്മൾ ID കൊടുത്തു. ടേബിൾ അരേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുലാസ് എന്നുള്ള ടാബിൽ തന്നെ യൂസ് ഇൻ ഫോർമുല എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും പേറോൾ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ടേബിൾ അവിടെ സെലക്ട് ആവും. ഇനി കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെസിഗ്നേഷൻ മൂന്നാമത്തെ കോളാണ്, 3 എന്ന് കൊടുത്തു. ദെൻ കോമ റേഞ്ച് ലുക്കപ്പ് നമുക്ക് ഫോൾസ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ അവിടെ വന്നു മാനേജർ ആണ്. ഞാൻ അതും റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മന്ത് ആണ്. മന്ത് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള ഈ മന്ത് ആണ് വേണ്ടത്. 2023
23 ഡിസംബർ ആണ്. അപ്പൊ ജസ്റ്റ് ഈക്വൽ കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മന്ത് ഇവിടെ വരും. കാരണം എല്ലാവർക്കും സെയിം മന്ത് ആണല്ലോ വരേണ്ടത്. അപ്പൊ ആ മന്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി അതുപോലെ നമുക്ക് ഏർണിംഗ് സൈഡും ഡിഡക്ഷൻ സൈഡും കംപ്ലീറ്റ് ചെയ്യണം. സെയിം ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. അതായത് വി ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഓരോന്നും വി ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ സാലറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ വി ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കുക. ലുക്കപ്പ് വാല്യൂ ഇവിടെ എപ്പോഴും ഐ ഡി തന്നെയാണ് കേട്ടോ. കാരണം ഐ ഡി മാറ്റുമ്പോഴാണ് എല്ലാം മാറേണ്ടത്. അപ്പൊ ഐ ഡി തന്നെ കൊടുക്കുക. ടേബിൾ അറേ നമ്മുടെ ഫോർമുലാസിൽ യൂസിങ് ഫോർമുലയിൽ പേറോൾ കൊടുക്കുക, കോമ. ദെൻ കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ സാലറി ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ സാലറി എന്ന് പറയുന്നത് ഈ ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണെന്നുള്ളത് എണ്ണണം. 1 2 3 4 5 6 7ാമത്തെ കോളാണ്. അപ്പൊ 7 എന്നുള്ള നമ്പർ വേണം നമ്മൾ അവിടെ കൊടുക്കാൻ. ദെൻ കോമ, റേഞ്ച് ലുക്കപ്പ്, ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ ചെയ്താലും ആളുടെ ബേസിക് അവിടെ വന്നു. ഇതുപോലെ ഞാൻ ഓരോന്നും ചെയ്തിട്ട് കാണിക്കാട്ടോ. എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ്. അപ്പൊ ഓരോന്നും ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഏർണിംഗ് സൈഡും അതുപോലെ തന്നെ ഡിഡക്ഷൻ സൈഡും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വി ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ടോട്ടൽ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഏർണിംഗ് സൈഡിന്റെ ടോട്ടൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സമ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൾട്ട് പ്ലസ് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ വന്നോളും. എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട് ടോട്ടല്. അതുപോലെ നമുക്ക് ഡിഡക്ഷൻ സൈഡിലും ടോട്ടൽ കണ്ടുപിടിക്കണം. സെല്ല് സെലക്ട് ചെയ്യുക, ആൾട്ട് പ്ലസ് ഈക്വൽ കൊടുക്കുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടലും കിട്ടിയിട്ടുണ്ട്. ഇനി നെറ്റ് സാലറി ആണ് നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് ഏർണിംഗ്സിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സാലറി കിട്ടും. അപ്പൊ ഈക്വൽ കൊടുത്തതിന് ശേഷം ഈ ടോട്ടൽ സെലക്ട് ചെയ്യുക, ദെൻ മൈനസ് ഡിഡക്ഷന്റെ ടോട്ടൽ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ് സാലറി കിട്ടി. ഇപ്പൊ ഇത് വരുന്നത് എംപ്ലോയി ഐ ഡി 1001 ആണ്. അപ്പൊ ആ നെറ്റ് സാലറി തന്നെയാണോ ജസ്റ്റ് നമുക്ക് ടേബിളിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. 1001 എന്നുള്ളത് മനോഹർ ജോഷോ ആണ്. 28,703 ആണ് നമ്മുടെ നെറ്റ് സാലറി. സെയിം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി വി ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മളൊരു പേ സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ ഡി മാറ്റുന്നതിനനുസരിച്ചിട്ട് എല്ലാ ഡാറ്റാസും ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ 1001 എന്നുള്ള ലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് 1002 ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ കണ്ട ഏർണിംഗ് സൈഡും അതുപോലെ തന്നെ ഡിഡക്ഷൻ സൈഡും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറി. അതുപോലെ തന്നെ നെറ്റ് സാലറി മാറും. ഇനി ഇവിടെ ഞാൻ വീണ്ടും ഐ ഡി മാറ്റുന്നതിനനുസരിച്ച് മൊത്തം ഡാറ്റാസും മാറും. അതാണ് വി ലുക്കപ്പ് വെച്ചിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ നമുക്ക് ബില്ല് കാര്യങ്ങൾ, സെയിൽസ് ഇൻവോയ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് വേറെ ഒന്നായിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സലില് പേ സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും കൂടി സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ്, ഇപ്പൊ ഇതിന്റെ കളർ നമുക്ക് ഏർണിംഗ്സും ഡിഡക്ഷൻസും കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ മാറ്റാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.